ഈ സതീഷ് കൃഷ്ണസേയിൽ എം.എൽ.എയും അതുപോലെ തന്നെ എ.കെ.എം. അഷ്റഫ് എം.എൽ.എയും മനാഫ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഈ മാൽപ്പെ ഉൾപ്പെടെയുള്ളവർ ഈ ബോട്ടിനുള്ളിൽ സഞ്ചരിച്ച് വരികയാണ്. നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുള്ള നേരത്തെ തിരച്ചിലിൻ്റെ ഭാഗമായി ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ അവർ തിരികെ എത്തുകയാണ്. മനാഫ് ഉൾപ്പെടെ ആ വാഹനത്തിലുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. മനാഫിനാണ് ഈ വാഹനത്തിൻ്റെ കൃത്യമായ തോതിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അവർ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചത് കൊണ്ടായിരിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോൾ ഈ പറയുന്ന എം.എൽ.എമാരുടെ സംഘവും അതുപോലെ തന്നെ മനാഫ്, ഈ ഈശ്വർ മാൽപ്പെ, NDRFൻ്റെ സംഘം എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുകയാണ്. കൂടുതൽ വിശദമായ തോതിലുള്ള ഒരു പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന എല്ലാ പരിശോധനയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ തോതിലുള്ള ഒരു പരിശോധന ഈ മേഖലയിൽ നടക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചപ്പോൾ കരയിൽ നിന്നും മൺകൂന രൂപപ്പെട്ടിട്ടുള്ള ആ നടുഭാഗത്തിന് ഏകദേശം നടുവിലായി തന്നെയാണ് ഇപ്പോൾ ഈ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 2 ഡിങ്കി ബോട്ടുകളും അതിന് പുറമെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന 2 വള്ളങ്ങളും മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള വള്ളങ്ങളും ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വള്ളവും നേവിയുടെ ഡിങ്കി ബോട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഈ ഡൈവിങ്ങിന് വേണ്ടി വീണ്ടും ഇതിനകത്ത് താഴ്ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും താഴെ ഭാഗത്തേക്ക് ഒരു ഡൈവർ ഇറങ്ങിയതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അത് ഈശ്വർ മാൽപ്പെ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SP ഉൾപ്പെടെ ആ സംഘത്തിലുണ്ട്, അതായത് ആ വാഹനത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അഷ്റഫും A.K.M. അഷ്റഫ് MLA-യും അതിനകത്തുണ്ട്. ഒരു പക്ഷേ ഇതിൽ നിന്ന് തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തേടാവുന്നതാണ്. കാരണം എന്താണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് പുഴയിലായതുകൊണ്ട് തന്നെ കൃത്യമായ തോതിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതികമായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ചില സൂചനകൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ ഉണ്ടായതാണ്. ഇന്നും ഒരു പക്ഷേ അത്തരത്തിൽ ചില സൂചനകൾ അവിടെ നിന്ന് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങൾ, ഈ ബോട്ട് നിലയുറപ്പിച്ചിരിക്കുന്നതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എന്തായാലും ഡൈവർ ഇപ്പോഴും ഈ ഡെങ്കി ബോട്ടിൻ്റെ താഴെ ഈ ഡെങ്കി ബോട്ടിൻ്റെ കയറിൽ പിടിച്ച് നിൽക്കുന്നത് കാണാം. അതിന് പുറമെ ഈ MLA-മാരുടെ സംഘം ഉൾപ്പെടെ ആ മേഖലയിൽ ഈ ഈശ്വർ മാൽപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ കരയിൽ അർജുൻ്റെ ബന്ധു ജിതിൻ ഉൾപ്പെടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അവർ നേരത്തെ ഈ മേഖലയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ നടത്തിയിട്ടുള്ള തിരച്ചിലിന് ഒരു കൃത്യമായ തോതിലൊരു പരിസമാപ്തി ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉറ്റുനോക്കം. 30 ദിവസമായി നമ്മൾ കാത്തിരിപ്പ് തുടർന്നിട്ട് 30 ദിവസം നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾക്കെല്ലാം ഉണ്ടായൊരു പ്രതീക്ഷ ഒരു ഭാഗമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഭാഗമെങ്കിലും കണ്ടെത്താൻ വേണ്ടി കഴിയണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ പ്രാർത്ഥനകൾക്ക് ഒരു ഫലമുണ്ടാവുമോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷേ തിങ്കളാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഡൈവിങ്ങിനായി പുഴയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. MLA-മാരുടെ ബോട്ടിൽ നിന്നും ഈശ്വർ മാൽപ്പെ നദിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ അർജുൻ കല്യാട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഡിങ്കി ബോട്ടിൽ MLA-മാരടക്കം അവിടേക്ക് എത്തി നേരിട്ട് ഈ പരിശോധന നടത്തുന്ന ഇടത്തേക്ക് പോവുകയായിരുന്നു. അവിടെ എന്താണ് കണ്ടെത്തിയത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഡ്രഡ്ജിംഗ് നടത്താനുള്ള സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞോ എന്നതാണ് അറിയേണ്ടത്. ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ഒപ്പം വാഹനത്തിലുണ്ടായിരുന്ന അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്ത സ്ഥലമാണത്. അവിടെയാണ് ഇപ്പോൾ MLA-മാരും ഡിങ്കി ബോട്ടിലെത്തി അവിടെ വെച്ച് തന്നെ ആശയവിനിമയം നടത്തിയിരിക്കുന്നത്.